അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സജിബ, പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തുനിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യം അറിയുന്നത് ഞാൻ OET പഠിക്കാൻ തിരുവല്ലയിൽ പോയ സമയത്ത് അവിടുന്ന് കുട്ടികൾ ഇവിടെ വന്ന് പത്രം കൊണ്ടുവന്ന് എനിക്ക് തന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിനുശേഷം കുറേ നാളിന് ശേഷമാണ് എനിക്ക് ഇവിടെ വരാൻ സാധിക്കുന്നത്. ഞാനിവിടെ വന്നിരുന്നത് എനിക്ക് 6 വർഷമായിട്ട് വിദേശത്ത് പോകാനും എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം ജീവിക്കുവാനും അവിടുത്തെ ജോലിക്കും വേണ്ടി ഞാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ 6 വർഷമായിട്ട് എനിക്ക് വിസ ലഭിക്കുന്നില്ല. ഞാനിവിടെ വന്ന് ഞാൻ ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുത്തത് 2025 ഓഗസ്റ്റ് 1-ാം തീയതി. അതിനുശേഷം ഞാൻ ഓഗസ്റ്റ് 9-ാം തീയതി വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിനുശേഷമാണ് ഞാൻ കുവൈറ്റ് പ്രോമട്രി എക്സാമിന് പോയത്. ആ സമയത്ത് എനിക്ക് കുറച്ച് അനുഭവങ്ങളുണ്ടായി. ഞാൻ ചെന്നൈയാണ് എനിക്ക് സെൻറ്ററായിട്ട് കിട്ടിയത്. ചെന്നൈയിൽ ഞാൻ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ രാത്രിയിൽ കിടന്ന് പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങുന്ന സമയത്ത് എനിക്ക് എൻ്റെ സ്വപ്നത്തിൽ അമ്മ മാതാവും തിരുക്കുമാരനെ ഞാൻ കണ്ടു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ എക്സാം എഴുതുന്നത്. മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ അവിടെ അറിഞ്ഞു. ഞാൻ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളുമായിട്ടാണ് അവിടുത്തെ എക്സാം സെൻറ്ററിലോട്ട് പോയത്. പക്ഷേ ആ എക്സാം സെൻറ്ററിൽ അവിടുത്തെ എക്സാമിനേഴ്സ് എന്നെ അത് അകത്ത് കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. പക്ഷേ എന്നാലും ഞാനത് ഉടമ്പടി തൈൽ നെറ്റിയിൽ തൂത്തും കുറച്ച് ഉപ്പ് ഞാൻ എൻ്റെ ഉടുപ്പിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് ആ കമ്പ്യൂട്ടറിൽ ഞാനിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് എക്സാം ടഫായിരുന്നു. എന്നാലും ഞാൻ പ്രാർത്ഥിച്ച് അറ്റൻഡ് ചെയ്ത് തിരിച്ചിറങ്ങി ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വെച്ചും എനിക്ക് കുറച്ച് അനുഭവങ്ങളുണ്ടായി. എനിക്ക് പെട്ടെന്നൊരു അനഫൈലാറ്റിക് റിയാക്ഷൻ അടിച്ച് ഞാൻ ബോധമില്ലാതെ പോയി. അവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി വൈദ്യസഹായം നേടിയതിന് ശേഷമാണ് തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അവിടെ ഞാൻ ട്രെയിൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ചെറിയൊരു മയക്കത്തിലേക്ക് പോയ സമയത്ത് ഒരു നല്ലൊരു സ്ത്രീ ശബ്ദം എനിക്ക് കേട്ടു, നീ പാസ്സായി. അത് ഞാൻ എഴുതി പ്രാർത്ഥിച്ചത് 60% മാർക്ക് തന്നെ വിജയിപ്പിക്കണമേ അമ്മയെന്നാണ് പറഞ്ഞത്. അതേ സെയിം മാർക്ക് തന്നാണ് അമ്മ എനിക്ക് എൻ്റെ വിജയം നൽകിയത്. അതേപോലെ തന്നെ എൻ്റെ PCC എടുക്കുന്ന സമയത്തും എനിക്ക് കുറച്ച് പ്രയാസങ്ങൾ നേരിട്ടു. ആ സമയത്തും ഞാൻ PCC എടുക്കാൻ അക്ഷയയിൽ പോയ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ ഇതെനിക്ക് തരണേ, ഇത് തന്നില്ലെങ്കിൽ ഇനി എനിക്ക് ഒരിക്കലും പോകാൻ സാധിക്കത്തില്ല. അങ്ങനെ ആ സമയത്ത് ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊരു അടയാളം തരണേ, ഈ PCC ശരിയാവുകയാണെങ്കിൽ എനിക്ക് അടയാളം തരണേന്ന്. അപ്പം എനിക്ക് തൊട്ട് ഫ്രണ്ടിൽ ഒരു ചേട്ടൻ പാസ്പോർട്ടിന് എന്തോ ഒരു ആവശ്യത്തിന് വന്നതായിരുന്നു. ആ ചേട്ടൻ്റെ കയ്യിൽ കൃപാസനം മാതാവിൻ്റെ ലോക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ PCC എനിക്ക് കിട്ടും. അങ്ങനെ എൻ്റെ PCC എനിക്ക് കിട്ടി. പിന്നെന്ന് വെച്ചാൽ എൻ്റെ എക്സാം അത് അമ്മ എൻ്റെ ഒപ്പം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് എനിക്ക് തന്ന എക്സാമിന് സെൻറ്ററിൻ്റെ കൗണ്ടർ നമ്പർ 7 ആയിരുന്നു. അതേപോലെ തന്നെ ഞാൻ മെഡിക്കൽ എടുക്കാനും പോയി. കുവൈറ്റ് മെഡിക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫുള്ളതാണ്. മെഡിക്കലിൽ ഫെയിലായാൽ നമുക്ക് വിസ അവരെ തിരിച്ചങ്ങ് വാങ്ങിക്കും. അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്നെ സഹായിക്കണേ, എനിക്ക് വേറെ ആരുമില്ല എന്നെ സഹായിക്കാൻ. അങ്ങനെ ഞാൻ ഡേറ്റ് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് മെഡിക്കലിന് 7-ാം തീയതി ആയിരുന്നു. അവിടെ അമ്മ എന്നെ പാസ്സാക്കി. അതിനുശേഷം ഈ ടിക്കറ്റും വിസയും എനിക്ക് വന്നു. ഇത് അമ്മ മാതാവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്ക് ടിക്കറ്റ് എടുത്തേക്കുന്നത് 6-ാം തീയതി രാത്രി 10:30-ക്കാണ് ഞാൻ കുവൈറ്റിലേക്ക് പോകുന്നത്. 7-ാം തീയതി 1 മണിക്കാണ് ഞാൻ അവിടെ എത്തുന്നത്. അവിടെ എൻ്റെ അമ്മ മാതാവ് എന്നെ ഒരുപാട് സഹായിച്ചു. പിന്നെ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് അവർക്കും ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തിരുന്നത്, ഞാൻ ചെന്നൈയിൽ പോയ സമയത്ത് ഇവിടുന്ന് തമിഴ് പത്രം വാങ്ങിച്ച് അവിടെ ഞാനും എൻ്റെ അച്ഛനും കൂടെ നടന്ന് അവിടെയുള്ള ആൾക്കാർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മലയാളം പത്രമായാലും ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഓട്ടോ സ്റ്റാൻഡിലും പിന്നെ ആശുപത്രികളിലും ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ രോഗികളെ സന്ദർശിക്കും. പിന്നെ അവിടെയുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് ആഹാര സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ധ്യാനവും പിന്നെ ഡെയിലി ബ്രെഡ് ഇതൊന്നും ഞാൻ മുടക്കാറില്ല. പ്രാർത്ഥന ഞാൻ ഉടമ്പടി എന്നാണ് എടുത്ത അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ മുടക്കിയിട്ടില്ല. അതെനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ മുടക്കുകയില്ല. എല്ലാത്തിനും അമ്മ മാതാവിന് ഈശോയ്ക്ക് നന്ദി. നിയമാവർത്തനം 31:8 കർത്താവാണ് നിൻ്റെ മുൻപിൽ പോകുന്നത്, അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, അവിടുന്ന് നിന്നെ നിരാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല, ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. സജിബ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വ്യക്തമായ മരിയൻ ദൈവാനുഭവങ്ങളെയാണ്
ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും നമ്മളോട് വ്യക്തമായ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കും. ഒരു അവ്യക്തമായ സൂചനകളോ തോന്നലുകളോ അല്ല ഉടമ്പടിയിൽ ലഭിക്കുന്ന ഓരോ അനുഗ്രഹവും ഓരോ സാക്ഷ്യവും. ഓരോ അനുഗ്രഹത്തിനും അമ്മ മാതാവ് വ്യക്തതയോടുകൂടി ഇത് ദൈവിക പ്രവൃത്തിയാണ്, ഇത് ഉടമ്പടിയിലുള്ള വിശ്വസ്തതയ്ക്ക് ഞാൻ നിൻ്റെ കൂടെ നിന്ന് സഹായിക്കുന്ന പ്രവൃത്തിയാണ്, നിൻ്റെ ജീവിതത്തെ ഞാൻ സുരക്ഷിതമാക്കി നയിക്കുന്നുവെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടലും ഈശോയുടെ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതിന് നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നത് എളിമയുള്ള, ശാന്തതയുള്ള, വിശുദ്ധിയുള്ള, ദൈവസ്നേഹമുള്ള ഉടമ്പടി ജീവിതമാണ്. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. മകൾക്ക് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും ബോധ്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.